ചന്ദ്രമോഹൻ. സിനിമയിലും നാടകത്തിലും സാംസ്കാരിക ജീവിതത്തിലും വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വം. ഇദ്ദേഹത്തെ ഞാൻ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന് തന്നെ പറയാം. സിനിമയെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും ചിത്രകലയെക്കുറിച്ചും അങ്ങനെയുള്ള വിവിധ കലാരൂപങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ചന്ദ്രമോഹൻ. അദ്ദേഹം തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളെക്കുറിച്ച് ചെറുതായി നമ്മോട് പങ്കുവയ്ക്കുന്നതാണ്. ചേട്ടൻ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ സഹകരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുഖം കാണിക്കുന്നത് നമ്മുടെ രാജീവ് നാഥിൻ്റെ തണലെന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. അതാണ് തണൽ രാജീവ് നാഥ്. അതായത് അവാർഡ് കിട്ടിയ ഒരു സിനിമയാണല്ലോ അദ്ദേഹം, രാജീവ് നാഥ്. അതാണ്. അത് നല്ല സിനിമയായിരുന്നു. ഏതായിരുന്നു അതിൽ വേഷം? തണലിലെ ഒരു MG സോമനും നമ്മുടെ ശ്രീവിദ്യ നായിക MG സോമൻ്റെ ഒരു തണലിൽ 30 വർഷം മുമ്പുള്ള സിനിമയാണ്. അതെ അതെ. രാജീവ് നാഥിൻ്റെ ആദ്യ സിനിമ സ്റ്റേറ്റ് അവാർഡ്. ജലജ നായിക അല്ല, എനിക്ക് നായിക ജലജയല്ല. തണലില് MG സോമൻ ഉണ്ടായിരുന്നു. പിന്നെ നായിക റാണി അങ്ങനെ ഒരു റാണിചന്ദ്രൻ. അപ്പൊ തണലിന് ശേഷം പിന്നെ ഞാൻ അതിനോട് സഹകരിക്കും. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MG സോമൻ ഒരു ഹൗസ് സർജനാണ്, ഡോക്ടറായിട്ട് അങ്ങനെയാണ്. അപ്പൊ അവരുടെ ഈ ഹൗസ് സർജൻസ് എല്ലാം കൂടെ ഒരു ടൂർ പോകുന്നിടത്ത് അതിൽ ഒന്നത്തെ ഹൗസ് സർജൻ ഞാനുമാണ്. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒരു ഹോട്ടലിൽ അങ്ങനെ ഒരു ഔട്ടിങ്. അത് ആ ഒരു പാട്ടാണ് ദിദിമേ ദിദിമേ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നെ ഈ തിരനോട്ടം ആരുടെ ആയിരുന്നു? മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്. മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ. മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ സംവിധാനം ആരായിരുന്നു? സംവിധാനം വാസ്തവത്തിൽ അതിന്റെ ആദ്യത്തെ സംവിധാനം എന്ന് പറയുന്നത് ശശി അശോക് ടീം എന്ന് പറഞ്ഞു. ശശി നമ്മുടെ അറിയാമോ? ശശി കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ യോഗ നമ്മുടെ ശാന്തിയുടെ ശാന്തി പത്മകുമാറിന്റെ അല്ല സെക്രട്ടറിന്റെ അടുത്തുള്ള അശ്വതി അദ്ദേഹമായിരുന്നു സംവിധാനം. ശശി അശോക് ടീം തൊട്ട് ശശി എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ ശശിയും അശോകൻ എന്ന് പറയുന്ന അറിയാമോ? രാജീവ് നാഥിന്റെ ബ്രദർ അശോകൻ, നമ്മുടെ അശോകൻ. അവരുടെ കൂടെയാണ് അതിന്റെ. പിന്നീട് ഡയറക്ടോറിയൽ സൂപ്പർ മിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇദ്ദേഹമായിരുന്നു, മരിച്ചുപോയി, ഗോപിത്തമ്പി ഗുരുശി ഗോപി പുള്ളൂർ ഗോപാലകൃഷ്ണൻ. അപ്പൊ തിരുനോട്ടത്തിന് ശേഷം പിന്നത്തെ പ്രവർത്തനങ്ങൾ തിരനോട്ടം കഴിഞ്ഞു. പിന്നെ PA ബക്കറിന്റെ ഉണർത്തുപാട്ട് വിളിച്ചിട്ടാണ് ഞാൻ ഉണർത്തുപാട്ട്. അപ്പൊ അഭിനയം ചേട്ടൻ്റെ ഒരു പാഷനാണ്. ഞാൻ കോളേജ് സ്കൂൾ മുതൽ എന്റെ അഭിനയത്തിലായിരുന്നു എന്റെ പ്രധാന ഇത്. നാടക ജീവിതത്തെ ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ തന്നെ പൊതുശത്രുക്കൾ എന്ന് പറയുന്ന PG ആന്റണിയുടെ നാടകത്തിൽ ഞാൻ അതിലൊരു പ്രധാന വേഷമായിരുന്നു. അത് പ്രൊഫസർ N കൃഷ്ണപിള്ളയാണ് അന്ന് സംവിധാനം ചെയ്തത്. നാടകം പൊതുശത്രുക്കൾ PG ആന്റണി കൃഷ്ണപിള്ള സാർ സംവിധാനം ചെയ്തു. PG ആന്റണിയുടെ നാടകമാണ്. PG ആന്റണി PG ആന്റണി രചന PG ആന്റണി. പൊതുശത്രുക്കൾ VJT ഹാളിൽ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ അവിടുത്തെ കോളേജിലേക്കോ അതുപോലെ ഏതോ ഒരു ഇനോഗ്രേഷൻ ക്ലബ്. പിന്നെ ഏതൊക്കെ നാടകമായിരുന്നു? പിന്നെ ഒരു നാടകങ്ങൾ ഞാൻ പലതും ചെയ്തു. ഓർക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ നമ്മുടെ പിന്നെ രാഗം താനം പറ്റിയത് പല്ലവി എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ, രാജീവ് ദേവിന്റെ അല്ല ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ നാടക നൃത്തമുണ്ട് കൊല്ലത്തുകാരൻ, ജി ഗോപാലകൃഷ്ണൻ. അദ്ദേഹം എഴുതിയ രാഗം താനം പല്ലവി. അത് യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ അവതരിപ്പിച്ചു. ഈ ഗോപാലകൃഷ്ണന്റെ ബ്രദർ നരസിംഹനുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിനോട് പഠിക്കുന്നത്. പുള്ളിയാണ് സ്ക്രിപ്റ്റ് കൊണ്ടുവരുന്നത് ഫസ്റ്റ് ഫ്രഷ് ആയിട്ട്. അങ്ങനെ അത് പിന്നെ ഇങ്ങോട്ട് ഇവിടെ ഞാൻ തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അരവിന്ദന്റെ അല്ല കാവലെന്ന ചേട്ടൻ അഭിനവൻ കടമ്പയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞല്ലോ. കാവാലമായിട്ടുള്ള ഒരു പാരസ്പര്യവും അദ്ദേഹത്തിൻ്റെ
ആയിട്ടുള്ള ഓർമ്മകളും ഇതൊക്കെയാണ്. അഭിനവൻ കടമ്പയുടെ കാര്യങ്ങളൊക്കെ ഇത് പറയാമോ? അഭിനവൻ കടമ്പയിൽ ഞാൻ പിന്നെ അന്ന് എത്തുന്നത് എൻ്റെ ഒരു നാടകം പിന്നെ ഇവിടെ ഷോർട്ട് വൺ നൈറ്റ് പ്ലേസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ അരവിന്ദനായിരുന്നു അതിൻ്റെ ജഡ്ജായിട്ട് വന്നിരുന്നത്. അത് അല്ലേ കുടുംബയോഗം എന്ന് പറയുന്നത് എൻ്റെ പിള്ളേരുടെ നാടകം. ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടറും എല്ലാം. അങ്ങനെ അവിടെ നിന്നാണ് എനിക്ക് ഈ എന്നെ പറ്റി എന്നെ അരവിന്ദൻ എന്തോ മെൻഷൻ ചെയ്തിട്ടാണ് എന്നെ അറിയിച്ചിട്ടാണ് എന്നെ ഒരു ഇൻവിറ്റേഷൻ പോലെ എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ അഭിനവൻ കടമ്പ കാവലത്തിൻ്റെ അതിലേക്ക് എത്തുന്നത്, തിരുവരങ്ങ്. അന്ന് അതിൽ നെടുമുടി വേണു, ഗോപി, നടരാജൻ ആദ്യത്തെ അഭിനവൻ കടമ്പയുടെ പ്രൊഡക്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ വരാൻ പറ്റില്ല. ഞാൻ ബാങ്കിൽ ജോലി ചെയ്ത് എനിക്ക് ട്രാൻസ്ഫറായി മൂന്നാറായിക്ക് പോവുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അത് പറയാം വയലാവാസു പിള്ളയുടെ ഇതിലുണ്ടായിരുന്നു. അത് തുളസീവനം. അതിനും എനിക്ക് പിന്നെ ഇൻഡസ്ട്രിയൽ ഡ്രാമ കോമ്പറ്റീഷന് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു നാന്തി എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്, ഭട്ടതിരി CPN ഭട്ടതിരി എന്ന് പറഞ്ഞിട്ട് നാന്തി. ആ തിയേറ്ററിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ജി ശങ്കരപിള്ളയുടെ പാവക്കൂത്ത്, അഗ്നി എന്നൊക്കെ പറയുന്നിട്ട് നാടകങ്ങൾ. ഇല്ല, മരിച്ചു, ഈയിടയ്ക്ക് മരിച്ചു. CPN ഭട്ടതിരി സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ, നാന്തി എന്ന് പറയുന്നത്. പല നാടകങ്ങളും അവിടുത്തെ മെയിൻ ആക്ടർ ഞാനായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് സജീവമായിട്ടുള്ള നാടകവേദിയിൽ ചന്ദ്രമോഹൻ ചേട്ടൻ ഒരു സജീവ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് അല്ലേ? അതെ. പിന്നെ തിരുമ്പിവന്തം തമ്പി വളരെ നല്ലൊരു പ്രൊഡക്ഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ കാര്യം ചോദിക്കുന്നത് വെച്ചാൽ എന്തുകൊണ്ടാണ് പിന്നെ ഒരു വിഡ്രോ ചെയ്തത്? ഈ നാടകത്തിൽ നിന്നും സിനിമയിൽ നിന്നും ആദ്യം വിഡ്രോ ചെയ്തു, പിന്നെ നാടകത്തിൽ വന്നു. അല്ല, സിനിമയും നാടകം ഒരുമിച്ച് കൊണ്ടുപോകായിരുന്നു. പക്ഷേ ഈ രണ്ട് വിഷ്വൽ മീഡിയയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ദൃശ്യ മാധ്യമത്തിൽ നിന്നും ദൃശ്യകലയിൽ നിന്നും എന്തുകൊണ്ടാണ് ചേട്ടൻ പിന്മാറിയല്ല ഒന്ന് ഒതുങ്ങി നിൽക്കാൻ കാരണം? ഒതുങ്ങി നിൽക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് മാരേജിന് കല്യാണത്തിന് ശേഷം എനിക്ക് അതിൻ്റെ ചില ബുദ്ധിമുട്ട്, പിന്നെ ബാങ്കിലെ ജോലി തന്നെ എനിക്ക് തടസ്സമായിരുന്നു. SVT-യിൽ ഞാൻ ഓഫീസറായി അസിസ്റ്റന്റ് മാനേജറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ലീവൊന്നും കിട്ടാതെ മറ്റേ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു പോയി. ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് പിന്നെ എന്തായാലും നാടകങ്ങൾ ചെയ്തിരുന്നു. ഗ്യാപ്പ് വന്ന് പിന്നെ അവിടെ നിന്ന് ഞാൻ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുന്നത്. അതൊരു ചെറിയൊരു പിന്നീട് സിനിമയും അഭിനയവും പിന്നെ ആകാം. അത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ്. അതിന് ഞാൻ തൽക്കാലം ഒരു വിഡ്രോ ചെയ്യുകയാണ്. എല്ലാ വേദികളിലും തന്നെ ഒരു ക്യാമറയുമായി നടക്കുന്ന ചന്ദ്രമോഹൻ ചേട്ടനെ കാണാറുണ്ടല്ലോ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ വല്ലതും കിട്ടും അതുകൊണ്ട്? എനിക്ക് തിയേറ്ററിനോടുള്ള കലാകാരന്മാരോടും കലയോടുമുള്ള താല്പര്യമാണ് എന്നെ വാസ്തവത്തിൽ ഈ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫിയിലേക്ക്, അല്ലെങ്കിൽ വലിയ ഉയർന്ന കലാകാരന്മാരെ കാണുക, അവരുമായി ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കുക, അവരുടെ കലാരൂപത്തിൽ പകർത്തുക. അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്.